ശ്രീ പി വി അൻവർ എം.എൽ.എ, ഈ ആരോപണങ്ങൾ താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ അന്വേഷണ പരമ്പരയുടെ തുടക്കം പോലും ഉണ്ടായിരിക്കുന്നത്. അതിനൊടുവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, ലഹരിക്കടത്ത് സംഘാംഗങ്ങളുമായി മലപ്പുറത്തെ ഡാൻസ് ഓഫിന് ബന്ധമുണ്ട് തുടങ്ങിയ വിവരങ്ങൾ, ഇപ്പോൾ അത് വളരെ ആധികാരികമായ രേഖകൾ, ഫോൺ റെക്കോർഡുകളൊക്കെ പുറത്തു വരികയാണ്. ഈ ഘട്ടത്തിൽ താങ്കളുടെ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന വാർത്ത കൂടിയാണ് അന്വേഷണ റിപ്പോർട്ടായി മീഡിയ വൺ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ ഇതിനോട്? നിങ്ങളത് കേട്ട് ഞെട്ടണ്ട. ഇതുകൊണ്ടൊന്നും ഞെട്ടിയാൽ തീരുന്ന വിഷയങ്ങളല്ല. ഡാൻസ് ഓഫുമായി ബന്ധപ്പെട്ട്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അനവധിയായ വിഷയങ്ങൾ എന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പം ഈ സ്വർണ്ണക്കള്ളക്കടത്തും പോലീസിന്റെ ക്രിമിനലിസവുമായി ബന്ധപ്പെട്ട മേജർ വിഷയങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു വീഡിയോ അല്ലേ കിട്ടിയിട്ടുള്ളൂ, ഇനി എത്രയോ വീഡിയോകൾ വരാനുണ്ട്. ഒരുപാട് ആളുകളെ, നിരപരാധികളെ ഇവര് കേസിൽ കൊടുക്കുകയും അപരാധികളായവരെ രക്ഷപ്പെടുത്തുകയും ഡാൻസ് ഓഫ് സംഘം തന്നെ മയക്കുമരുന്ന് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകളെ ഏൽപ്പിക്കുകയും അവരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ചില കേസുകൾ ആളുകളെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ തന്നെ ഉപയോഗപ്പെടുത്തുകയും അവരെ കരിയർമാരും ബിസിനസ്സുകാരുമാക്കി മാറ്റുന്നതോടൊപ്പം ഒരു ഘട്ടം കഴിയുമ്പോൾ അവരെ പ്രതികളാക്കി ജയിലിലടച്ചവരും ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഒരു ബന്ധവുമില്ലാത്ത ജീവിതത്തിൽ മയക്കുമരുന്ന് എന്താണെന്ന് പോലും കണ്ടിട്ട് പോലുമില്ലാത്ത നിരപരാധികളായ എത്രയോ പേരെ ഇവർ ജയിലിലടച്ചിട്ടുണ്ട്. അവർക്കൊരു മാസത്തിൽ ഇത്ര കേസ് വേണം. എന്നാൽ യഥാർത്ഥ പ്രതികൾ ഈ കച്ചവടം അമ്പകുടം തുടരണം, അതിൽ നിന്ന് പണമുണ്ടാക്കണം. അതോടൊപ്പം ജനങ്ങളെ പറ്റിക്കാനും ഗവൺമെന്റിനെ പറ്റിക്കാനും നിരപരാധികളായ ആളുകളെ കേസിൽ കൊടുക്കുന്ന അതിക്രൂരമായൊരു രീതി ഈ അജിത് കുമാറും ഈ പറയുന്ന സുജിത് ദാസും ഈ ഡാൻസ് ഓഫ് സംഘവും കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പരാതികൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പല രക്ഷിതാക്കളും എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. ഈവൻ ഇടത്തര കേസടക്കം, നിങ്ങൾക്കൊക്കെ അറിയുന്ന ഇടത്തര കേസടക്കം, ഇതൊക്കെ ഈ IPS ഉദ്യോഗസ്ഥൻ സുജിത് ദാസ് ഈ ഡിപ്പാർട്ട്മെന്റിൽ കയറിയ അന്ന് തൊട്ട് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ രാജ്യദ്രോഹ കുറ്റങ്ങള് എങ്ങനെ ചെയ്ത് പണമുണ്ടാക്കാം, അതിന് പോലീസ് സേനയെ എങ്ങനെ ഉൾപ്പെടുത്താം, എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിൽ റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് എടുത്ത് കോടാനകോടി രൂപ സമ്പാദിച്ച നമ്പർ 1 ക്രിമിനലുകളാണ് ഈ പറയുന്ന സുജിത് ദാസും അദ്ദേഹത്തിന് ഇതിന് മുഴുവൻ ഗൈഡ് ലൈൻസ് നൽകുന്ന ADGP അജിത് കുമാറും. അതുകൊണ്ട് കേരളം ഇതൊന്നും ഞെട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ നിൽക്കുകയാണ്.